ശ്രീജിത്ത്, ഈ കാര്യത്തിൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലോ പണലഭ്യതയിലോ പ്രശ്നമല്ല, അതിനപ്പുറത്തേക്ക് നയവ്യതിയാനം എന്നത് തന്നെയാണ് CPI-യുടെ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും അടക്കം ആവർത്തിച്ച് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്നു ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് അടക്കം ആരോപിച്ചതുപോലെ ഇതിലൊരു ഗൂഢാലോചന അല്ലെങ്കിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ നീളിൽ നിർത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ നിർത്തുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ സംശയനീളിലേക്ക് നിർത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇന്നലെ വന്നതാണ്. അപ്പോൾ ഇനിയൊരു സമവായം ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഇതിനിടയിലൊരു സമവായ സാധ്യത? ഗോകുൽ സൂചിപ്പിച്ചതുപോലെ കേവലം 1446 കോടി രൂപ ലഭിക്കുന്ന ഒരു പദ്ധതി മാത്രമായല്ല CPIM ഇതിനെ കാണുന്നത്. CPIM-ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സവിശേഷമായ ഒരു താല്പര്യം ഈ പദ്ധതിയോടുണ്ടോ എന്ന സംശയം CPI നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും മുഖ്യമന്ത്രിയും അറിയാതെയല്ല ഈ പദ്ധതിയുമായി വിദ്യാഭ്യാസ വകുപ്പ് നീങ്ങിയത് എന്ന വിമർശനം ഉയർന്നിരുന്നു. മാത്രമല്ല കേവലം 1440 കോടി രൂപയുടെ പദ്ധതി സ്വീകരിക്കുന്നതിനപ്പുറത്തേക്ക് ഇത്രയും അധികം എതിർപ്പും സമ്മർദ്ദവും വന്നിട്ടും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം വരുമ്പോൾ CPIM-ന് അതിര് കടന്നൊരു താല്പര്യം ഇതിനോടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന സംശയമാണ് CPI-യെ കടുത്ത നിലപാടിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ധാരണാപത്രത്തെയും CPI നഖശികാന്തം എതിർക്കുന്നു. ഈ രണ്ട് കാരണങ്ങളാണ് CPI-യുടെ എതിർപ്പിന് കാരണം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാതെ CPI-ക്ക് യോജിക്കുക വയ്യ. കാരണം ഈ ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഈ PMC പദ്ധതിയുടെ കാതലായ ഭാഗം. ആ ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തെപ്പറ്റി CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും നേതാക്കളുമെല്ലാം നിരന്തരം ലേഖനങ്ങളും പ്രസ്താവനകളും മറ്റും നടത്തി പാർട്ടി കോൺഗ്രസുകളടക്കം വിമർശന വിധേയമായ കാര്യമാണ്. ഒരു സുപ്രഭാതത്തിൽ ആ വിമർശനങ്ങളെല്ലാം മാറ്റിവെച്ച് എങ്ങനെ ദേശീയ വിദ്യാഭ്യാസ നയം മുഖ്യഘടകമായ PMC പദ്ധതിയെ സ്വീകരിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് CPI ചോദിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിനാകെ വിയോജിപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ അത് മറന്നുകൊണ്ട് സംഘപരിവാറിനോട് യോജിക്കുന്ന ഒരു സമീപനത്തെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയില്ല, കൈയടിച്ച് പാസ്സാക്കാൻ കഴിയില്ല, കടുത്ത നടപടി വേണം എന്ന നിലപാടാണ് CPI-ക്ക് പൊതുവായി ഉള്ളത്. ശ്രീത, ഇത് മാത്രമല്ല ഇന്ന് രാവിലെ K. പ്രകാശ് ബാബു പറഞ്ഞത് CPI-യെ അപമാനിച്ചോ അല്ലെങ്കിൽ CPI-ക്ക് പുല്ലുവില കൽപ്പിച്ചോ എന്നതൊക്കെയുള്ള അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ അവിടെ നിൽക്കട്ടെ. CPIM-ന്റെ ജനറൽ സെക്രട്ടറി പോലും ഇക്കാര്യം അറിഞ്ഞില്ല. മാധ്യമ വാർത്തയിലാണ് മന്ത്രിമാരോ അല്ലെങ്കിൽ CPIM ജനറൽ സെക്രട്ടറിയൊക്കെ ഈ ധാരണാപത്രം ഒപ്പുവെച്ചു എന്ന വിവരം അറിഞ്ഞത്. അങ്ങനെയെങ്കിൽ CPI-യുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ LDF സർക്കാരും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ അപമാനിച്ച തരത്തിലുള്ള തിരിച്ച് ഈ ആരോപണങ്ങളെ അല്ലെങ്കിൽ അപമാനമെന്ന ഈ വിമർശനത്തെ തിരിച്ചുവിടുന്നുണ്ട് CPI നേതാക്കൾ. ഇന്നലെ തന്നെ CPI-യുടെ ദേശീയ സെക്രട്ടറി അംഗമായ K. പ്രകാശ് ബാബു അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദം ചർച്ചയായ ഘട്ടത്തിലാണ്, അതായത് എന്ത് CPI എന്ന് MV ഗോവിന്ദന്റെ പ്രതികരണം വന്ന ദിവസമാണ് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം വന്നത്. അതായത് PMC പദ്ധതിയിൽ യോജിക്കുന്നതുമായി ബന്ധപ്പെട്ട LDF-ൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നായിരുന്നു ബേബി പറഞ്ഞത്. മാത്രമല്ല ദേശീയ വിദ്യാഭ്യാസ നയം പ്രധാന ഘടകമായ പദ്ധതിയോടുള്ള വിയോജിപ്പും അദ്ദേഹം ആ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ CPIM ജനറൽ സെക്രട്ടറി വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ് പാർട്ടിയിലോ മുന്നണിയിലോ അല്ലെങ്കിൽ LDF-ലോ ചർച്ച ചെയ്യാതെ ഒപ്പിടാനുള്ള തീരുമാനത്തിലേക്ക് വന്നത്. ഇത് CPIM ജനറൽ സെക്രട്ടറിയെ തന്നെ അവമാനിക്കലാണ്. അപ്പോൾ ദേശീയ നേതൃത്വത്തിന് പുല്ലുവില കൊടുക്കുന്ന നേതൃത്വമാണ് കേരളത്തിലുള്ളത്, അത്തരം സർക്കാരാണ് കേരളത്തിലുള്ളത് എന്ന ആക്ഷേപം ഇപ്പോൾ തന്നെ ശക്തമാണ്. അതാണിപ്പോൾ K. പ്രകാശ് ബാബു അടക്കം ചൂണ്ടിക്കാണിച്ചത്. പ്രതിപക്ഷവും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബേബിയുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്ന പ്രതികരണം ഇന്നലെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നു. ശ്രീത, ഈ കാര്യത്തിൽ ഈ CPI-യെ ഏത് നേരത്തിൽ പരിഗണിച്ചു അല്ലെങ്കിൽ അവരുടെ എതിർപ്പിനെ ഒരു മുന്നണി മര്യാദ പാലിച്ചു എന്ന ചോദ്യത്തിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ എടുത്ത നിലപാട്, വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത തീരുമാനം, ഈ ധാരണാപത്രം ഒപ്പുവെക്കുന്നതിലേക്കുള്ള ഒരു നയപരമായ തീരുമാനമെടുക്കാൻ അതിന്റെ രാഷ്ട്രീയ പിന്തുണ ആരുടേത് എന്ന ചോദ്യം അത് CPI-യിലും പുറമെ അല്ലെങ്കിൽ CPI ഉയർത്തുന്ന ചോദ്യം അത് CPM-നുള്ളിലും ഇനി ചർച്ചയ്ക്ക് വഴിവെക്കില്ലേ? ഗോകുലെ ചില സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട CPIM നേതാക്കൾക്കടക്കമുണ്ട്. CPIM സെക്രട്ടേറിയറ്റിൽ ഇത് സമഗ്രമായ ഒരു ചർച്ച നടത്തിയിട്ടല്ല ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്ന് ആക്ഷേപമുണ്ട്. എന്നാൽ അക്കാര്യത്തിൽ CPIM നേതൃത്വം ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കുമ്പോൾ പാർട്ടി അറിയാതെ താൻ ഒരു നടപടിയിലേക്കും പോയിട്ടില്ല, അങ്ങനെ പോകുന്ന ആളല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വി. ശിവൻകുട്ടി അറിയുന്നവർക്കും അതറിയാം, പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും മറ്റും അനുമതിയില്ലാതെ അദ്ദേഹം ഇത്തരമൊരു നടപടിയിലേക്ക് പോകില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നടപടികൾ പരിശോധിച്ചാൽ മുഖ്യമന്ത്രി കണ്ടിട്ടല്ല ഈ ധാരണാപത്രം
ധാരണാപത്രം ഒപ്പിടുന്നതിലേക്ക് പോയത്. അതിന് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം കൃഷി വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഒക്കെ ഇത്തരത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സ്വീകരിച്ചപ്പോഴൊന്നും അതും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃഷി വകുപ്പിനും മൃഗസംരക്ഷണ വകുപ്പും സ്വീകരിച്ചതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പിനും ഇത്തരത്തിൽ സ്വന്തം പദ്ധതികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയും. അത് മന്ത്രിസഭാ യോഗത്തിലേക്കോ മറ്റോ പോകേണ്ടതില്ല എന്ന ന്യായമാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ 2 തവണ 2024 ഡിസംബറിലും 2025 ഏപ്രിലും മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് ഈ വിഷയം വെച്ചു എന്ന ചോദ്യത്തിന് വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരവില്ല. അപ്പോൾ പാർട്ടിയിലോ മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ചയില്ലാതെ പോയി എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. തീർച്ചയായും ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് എം.എൻ. സ്മാരകത്തിൽ നിന്ന് അല്പം മുമ്പാണ് വി ശിവൻകുട്ടി അവിടെ എത്തി CPI നേതാക്കളെ, CPI സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം GR അനിലിന്റെ സ്ഥാനത്തിൽ വിശദീകരണം നൽകിയത്. ഇക്കാര്യത്തിൽ വിശദമാക്കിയത് എന്തുകൊണ്ടാണ് PMC പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.